നമസ്കാരം. അനന്തം ഈ പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ LDCയുടെ സിലബസാണ് നോക്കുന്നത്. അപ്പോൾ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചരിത്രം, ഹിസ്റ്ററി, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, ഇതിനകത്തൊക്കെ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇത് 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഹിസ്റ്ററിയും അതുപോലെ തന്നെ 5 മാർക്കായിരുന്നു. ലോകമായാലും കേരളമായാലും ഇന്ത്യ ആയാലും അതുപോലെ തന്നെ എക്കണോമിക്സിനായാലും എല്ലാം 5 മാർക്കാണ്. ഭൂമിശാസ്ത്രത്തിനും 5 മാർക്ക് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്തിനും 5 മാർക്കാണ്. ഇതിൽ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. എപ്പോഴും ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. കുറേ ഭേദഗതികൾ ഇവിടെ തന്നിട്ടുണ്ട്. 42, 44, 52, 73, 74, 86, 91. അതിൽ 42, 44, 86 ഒക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ പഞ്ചായത്ത് രാജ്, പിന്നീട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് PSC, UPSC, പിന്നെന്താണ് GST കൗൺസിൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. അവയുടെ ചുമതലകൾ, പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതെല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടന. അടുത്തത് കേരളം. ഭരണ സംവിധാനങ്ങളാണ്. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെന്താ ദുരന്ത നിവാരണ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടൊരു ക്വസ്റ്റ്യനാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, അതായത് പോക്സോ നിയമമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ നോക്കുക. സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, ഇത്രയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ജീവശാസ്ത്രം, പൊതുജന ആരോഗ്യം. അപ്പോൾ ഇതിന് 6 മാർക്കാണ്. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണിതെന്ന് പറയുന്നത്. സയൻസ് ഏരിയാസാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതായത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖമാണോ, വൈറസ് ഡിസീസ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആണ് വരുന്നത്. വായുവിലൂടെ പടരുന്ന രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പം എന്താ പറയണ്ടേ, കാരുണ്യ പദ്ധതി, ആശ്വാസകിരണം, ആർദ്രം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇത്രയുമാണ് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ബാക്കി ഇതുവരെ നമ്മളെല്ലാം നോക്കിയത് 5 മാർക്കാണ്. ഈ ഒരു ഭാഗത്തിന് 6 മാർക്കാണ്. അപ്പം അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. 3 മാർക്കാണ് ഫിസിക്സിന്. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, അതായത് എനർജിയുടെ യൂണിറ്റ് എന്താണ്, വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അത് നോക്കുക. പിന്നെ ചലനത്തിനകത്ത് പ്രധാനമായിട്ടും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ 3-ാം നിയമം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും 3 നിയമങ്ങളും പഠിക്കുക. ഒന്ന് മാത്രമല്ല, 3 നിയമങ്ങളും പഠിക്കുക. പിന്നെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പഠിക്കുക. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട ക്വസ്റ്റ്യൻ, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്, ISROയായിട്ട് ബന്ധപ്പെട്ട വരുന്ന ചോദ്യമാണ്. അത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ചോദ്യമാണ്. അപ്പോൾ ആ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രകാശമാണ്. ലെൻസ്, കോൺവെക്സ്, കോൺകേവ് ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, അത്, മിറർ, പിന്നെന്താണ് ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, പിന്നെ എന്താ പറയണ്ടേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അങ്ങനെയൊക്കെയുള്ളതൊക്കെ പഠിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിക്കുക. പിന്നീട് ശബ്ദം മനുഷ്യൻ്റെ കേൾവിക്ക് പറ്റുന്ന സൗണ്ട് എത്ര ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ പരിധി കൂടുതൽ പോകുന്നത് എത്ര ഹെഡ്സ് ആണെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ എന്താണ് ബലത്തിനകത്ത് പ്ലവക്ഷമ ബലം, ദ്രാവക മർദ്ദം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, പ്രതല ബലം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ ഗുരുത്വാകർഷണത്തിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ താപം, പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, ഇതൊക്കെ നോക്കുക. അടുത്തത് കെമിസ്ട്രിക്ക് 3 മാർക്കാണ്. അതിൽ ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരം, വാതക നിയമങ്ങൾ, അക്വാറീജിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എല്ലാവർക്കും തെറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് അക്വാറീജിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ മൂലകങ്ങൾ,
ആവർത്തന പട്ടിക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങളൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, പിന്നെന്താ pH മൂല്യം. pH മൂല്യമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് കണ്ട ക്വസ്റ്റ്യനാണ് ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയിരുകളും ധാതുക്കളും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നുണ്ട്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും നന്നായിട്ട് തന്നെ പഠിക്കുക.